ഇതുപോലാണോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് യുവർ നോട്ട് പ്രിപ്പറേഷൻ ഫോർമാറ്റ്. ആസ് എ +2 CBSE കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഹിയർ ആർ സം പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് നോട്ട്സ്. ഫസ്റ്റ് തന്നെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് മനസ്സിലാവില്ല. രണ്ടാമത് കീ വേർഡ്സ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ കുറേ എഴുതുന്നതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള കീ വേർഡ്സ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ സിമ്പിളായിരിക്കും. ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറേ തിയറി ഉണ്ട്. സോ ഈ പറയുന്ന തിയറിയൊക്കെ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട്സ്, ഡയഗ്രാംസ് എന്നുള്ള രീതിയിൽ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, questions instead of statements. For example, features of partnership എന്നുള്ളത് what are the features of partnership എന്നൊരു സ്റ്റൈലിൽ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ പോയിന്റ്, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു 1 പേജ് സമ്മറി എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടെ സിമ്പിളായിട്ട് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ it with your friends.